ഞങ്ങൾക്കൊരു ഇൻറ്റിമേഷനും തരാതെ, ഒരു ഇൻഫർമേഷനും ഇല്ലാതെ അത് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് കളക്ടറിൻ്റെ ഓർഡറാണെന്ന് പറഞ്ഞ് അത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. അങ്ങോട്ട് കുറേ മുറിച്ചിട്ടുണ്ട്. പക്ഷേ അത് ലൈനിനടുത്തോട്ടുള്ളതാണെങ്കിൽ നമ്മൾക്ക് ഒരു പരാതിയില്ല. ഈ തെങ്ങിൻ തൈകൾ ഞാൻ പറഞ്ഞ പോലെ അത് ലൈനിൻ്റെ അടുത്തൊന്നും പോയിട്ടേ ഇല്ല. അത് നമസ്കാരം. ടച്ചിങ് വെട്ടാനെത്തിയ KSEB ഉദ്യോഗസ്ഥർ ആൾതാമസമില്ലാത്ത വീട്ടുമുറ്റത്ത് നിന്നിരുന്ന തെങ്ങുകൾ വെട്ടി നശിപ്പിച്ചു. പത്തനംതിട്ട കവിയൂർ ഞാലികണ്ടത്തെ ഡോക്ടർ ജേക്കബ് ഉമ്മൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന 7ഓളം തെങ്ങുകളാണ് ഇത്തരത്തിൽ വെട്ടി നശിപ്പിച്ചത്. KSEB ലൈൻ, വൈദ്യുതി ലൈനിൻ്റെ തൊട്ടടുത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ വെട്ടി നീക്കിയത്. എന്നാൽ ഇത് തങ്ങൾക്ക് യാതൊരു മുന്നറിയിപ്പും നൽകിയിട്ടില്ല എന്നാണ് ഡോക്ടർ ജേക്കബ് ഉമ്മൻ പറയുന്നത്. ഇദ്ദേഹം കുടുംബസമേതം വിദേശത്താണ് താമസിക്കുന്നത്. ഒരു കെയർ ടേക്കർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനോട് പോലും യാതൊരു മുന്നറിയിപ്പും നൽകിയിട്ടില്ല, നോട്ടീസുകളൊന്നും നൽകിയിട്ടില്ല എന്നാണ് ഈ കുടുംബം പറയുന്നത്. ഏതായാലും യാതൊരു മുന്നറിയിപ്പുമില്ല. ഇത്തരത്തിൽ 4 വർഷത്തോളം ഇവർ കാത്തു പരിപാലിച്ചിരുന്ന ഈ തെങ്ങുകൾ വെട്ടി നശിപ്പിച്ചത്. ഏതാണ്ട് 1 വർഷം കഴിയുമ്പോഴേക്കും കായ്ക്കുന്ന തരത്തിലുള്ള 7 തെങ്ങുകൾ, അതായത് 5 അടി പൊക്കം വരെ ഉയരം വെക്കാവുന്ന തരത്തിലുള്ള തെങ്ങുകളാണ് വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇൻറ്റിമേഷനോ ഞങ്ങളെ ഇൻഫോം ചെയ്യാതെ അവർ 2 ദിവസം മുമ്പേ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആൾക്കാർ വന്ന്, ഞങ്ങളുടെ കെയർ ടേക്കർ അവിടെ ഉണ്ടായിരുന്നു പകൽ മുഴുവനും. ഉച്ച കഴിഞ്ഞ് പുള്ളി കഴിക്കാൻ പോയ സമയത്ത് കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അവർ ആ തെങ്ങ്, ചെറിയ തെങ്ങുകളാണ്, 5 അടി പോലും ഇല്ല, അത് ആ ബൗണ്ടറി വാളിൽ നിന്ന് നല്ല ക്ലിയറൻസ് ഇട്ട് നട്ടേക്കുന്ന തെങ്ങുകളാണ്. 5 വർഷം മുമ്പ്, ഈ വർഷം കായ്ക്കാൻ സമയമായ തെങ്ങുകളാണ്, ചെറിയ തെങ്ങുകളാണ്. നല്ല വില കൊടുത്ത് മേടിച്ചു വെച്ചേക്കുന്ന തെങ്ങിൻ തൈകളായിരുന്നു. അത് അവർ മുഴുവനും അത് കണ്ടിച്ച് താഴെ ഇട്ടു. അതുകൂടാതെ നമ്മൾക്ക് അങ്ങോട്ട് കുറേ മുറിച്ചിട്ടുണ്ട്. പക്ഷേ അത് ലൈനിനടുത്തോട്ടുള്ളതാണെങ്കിൽ നമ്മൾക്ക് ഒരു പരാതിയില്ല. ഇതൊരു നശിപ്പിക്കുന്ന രീതിയിൽ ചെയ്തുകൊണ്ട് ഞങ്ങൾക്കത് വളരെ പ്രയാസം തോന്നുന്നുണ്ട്. അതുപോലെ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചത് എന്താ നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇത് കളക്ടറിൻ്റെ ഓർഡറാണ്, ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവർ ഫുള്ളത് വെട്ടി. അതാണ് സംഭവിച്ച കാര്യം. ഈ തെങ്ങിൻ തൈകൾ ഞാൻ പറഞ്ഞ പോലെ അത് ലൈനിൻ്റെ അടുത്തൊന്നും പോയിട്ടേ ഇല്ല. അത് 2 മാസം മുമ്പ് ഇവിടുന്ന് വന്ന് അതെല്ലാം നോക്കുകയും കെയർ ടേക്കർ അത് കാര്യമായിട്ട് ആ പ്രോപ്പർട്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി അത്. അതിന് ലൈനിൻ്റെ അടുത്ത് ചെല്ലണമെങ്കിൽ ഒത്തിരി വർഷങ്ങൾ പിടിക്കും. അത് അങ്ങനെ ഒരു പരിപാടി ചെയ്തത് വളരെ തെറ്റായിപ്പോയി. ഞങ്ങൾക്കൊരു ഇൻറ്റിമേഷനും തരാതെ, ഒരു ഇൻഫർമേഷനും ഇല്ലാതെ അത് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് കളക്ടറിൻ്റെ ഓർഡറാണെന്ന് പറഞ്ഞ് അത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. 2019 മേടിച്ച തെങ്ങിൻ തൈകളാണ് ഇത്. അത് മേടിച്ച സമയത്ത് അവർ പറഞ്ഞു അതിന് 5 അടി വരെയൊക്കെ പൊക്കം വരത്തുള്ളൂ, 5 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങിൻ തൈകളാണ്. നട്ട സമയത്ത് അത് ആ ബൗണ്ടറി വോളിൽ നല്ല ക്ലിയറൻസ് കൊടുത്ത് അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നട്ട തൈകളാണ്. കെയർ ടേക്കറിനെ വെച്ച് അയാൾ വേനൽക്കാലത്ത് ഈ ഡ്രൗട്ടുള്ള സമയത്ത് അതെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ നോക്കി മെയിൻറ്റെയിൻ ചെയ്ത തൈകളാണത്. അതിൻ്റെ ഇലകളൊക്കെ 2 മാസം മുമ്പേയും പോയി നോക്കിയിരുന്നു. അത് ഈ ലൈനിൻ്റെ അടുത്ത് പോലും ഒന്നും എത്തിയിട്ടില്ല. ഞങ്ങൾ മേടിച്ച സമയത്ത് അവർ നഴ്സറിക്കാർ പറഞ്ഞത് 20-25 വർഷമെങ്കിലും എടുക്കും അതൊന്ന് പൊക്കം വെക്കണമെങ്കിൽ. അത് പറഞ്ഞ പോലെ ഈ ലൈനിൻ്റെ അടുത്ത് എങ്ങും എത്തിയിട്ടില്ല. അങ്ങനെയുള്ള തൈകളാണ് ഇതെല്ലാം ഇവർ കണ്ടിച്ചു കളഞ്ഞേക്കുന്നത്. 4 വർഷം പ്രായമായ ഏതാണ്ട് 5 അടി ഉയരം വെക്കാവുന്ന 7ഓളം തെങ്ങുകളാണ് ഇത്തരത്തിൽ വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. KSEB തോട്ടം ഭാഗം സെക്ഷന് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയത്. JCB ഉപയോഗിച്ച് ഈ വീടിൻ്റെ വെളിയിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ 7 തെങ്ങുകൾ മുറിച്ച് നീക്കിയിരിക്കുന്നത്. ഇത് കൃത്യമായി വൈദ്യുതി ലൈനിൽ നിന്നും അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെങ്ങ് ഇവിടെ നിൽക്കുന്നതെന്നാണ് വീട്ടുടമസ്ഥൻ പറയുന്നത്. ഏതായാലും തങ്ങൾ പരിപാലിച്ചിരുന്ന ഈ തെങ്ങുകൾ തങ്ങൾ ഈ വീട്ടിലില്ലായിരുന്ന സമയത്ത് വെട്ടി നശിപ്പിച്ചതിൽ വലിയ വിഷമത്തിലാണ് കുടുംബാംഗങ്ങളൊക്കെ തന്നെയും. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് വിദേശത്തുള്ള ഡോക്ടർ ജേക്കബ് ഉമ്മൻ അറിയിച്ചത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.